ഇനിയുള്ള പഞ്ചായത്തുകൾ, അതായത് ചുങ്കത്തറ, അമരമ്പലം പോലുള്ള പഞ്ചായത്തുകൾ, കരുളായി പഞ്ചായത്തുകളിലടക്കം LDFന് സ്വാധീനം ഉണ്ടെങ്കിൽ പോലും അവിടെ PV അൻവറിൻ്റെ ഒരു കടന്നുകയറ്റം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ പഞ്ചായത്തുകളിൽ PV അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ക്ഷീണം ചെയ്യുക, അല്ലെങ്കിൽ അത് തിരിച്ചടിയാവുക LDFനായിരിക്കും. LDFന് ലഭിക്കേണ്ട വോട്ടുകൾ അത് അൻവറിലേക്കായിരിക്കും പോവുക. അങ്ങനെയുള്ള ഒരു ഭയം LDF ക്യാമ്പിനും ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFൻ്റെ ഭാഗമായിട്ടായിരുന്നു PV അൻവർ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ PV അൻവറിന് ഈ പഞ്ചായത്തുകളിൽ ഉണ്ട്. വഴിക്കടവ് പഞ്ചായത്ത്, ഇപ്പോൾ നിലവിൽ വോട്ടെണ്ണിയ പഞ്ചായത്തുകളിലും അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ ലീഡ് നില അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയ്ക്കാൻ ഇപ്പോൾ അൻവറിനും കഴിഞ്ഞിട്ടുള്ളത്. കാരണം വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നടക്കം മികച്ച രീതിയിൽ തന്നെ വോട്ടുകൾ പിടിക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. വരും റൗണ്ടുകൾ എണ്ണുമ്പോഴും അതിനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ഭയം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഒരുപക്ഷെ അവിടെ PV അൻവർ എത്രത്തോളം കടന്നു കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ PV അൻവർ എത്രത്തോളം വോട്ടുകൾ അമരമ്പലം പഞ്ചായത്ത്, ചുങ്കത്തറ, കരുളായി, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അടക്കം വോട്ടുകൾ എത്രത്തോളം പിടിക്കും എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. PV അൻവറിനെ സംബന്ധിച്ച് അത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കാര്യമായ ഒരു ചലനം PV അൻവറിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും അത് ഗുണം ചെയ്യുക LDFനാണ്. അതുകൊണ്ട് തന്നെ LDFന് ഒരുപക്ഷെ അപ്പോഴും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFൻ്റെ ഒരു ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഈ ആദ്യഘട്ടങ്ങളിലെ ഫലസൂചനയിൽ നിന്നും വ്യക്തമാകുന്നത്. വഴിക്കടവ്, മുത്തേടം, എടക്കര ഈ മൂന്നിടത്തും UDF തന്നെ മുന്നിൽ വന്നു. അതാണ് 5428 എന്ന ലീഡിലേക്ക് ഷൗക്കത്തിനെ എത്തിക്കുന്നത്. പക്ഷേ വഴിക്കടവിൽ പ്രതീക്ഷിച്ച ലീഡ് നേടാനായില്ല. എന്നാൽ എടക്കരയിലും മൂത്തേടത്തും ഏറെക്കുറെ അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനി അങ്ങോട്ട് LDFന് കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങൾ വരുന്നുണ്ടല്ലോ. കൃഷ്ണരാജ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമരമ്പലം പഞ്ചായത്തും അതോടൊപ്പം തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും എല്ലാം തന്നെ LDF നിലവിൽ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതോടൊപ്പം തന്നെ ചുങ്കത്തറ നേരത്തെ UDFൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ UDFൻ്റെ ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു. ഇക്കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് UDF ആ പഞ്ചായത്ത് പിടിച്ചെടുത്തത്. 20 അംഗങ്ങളാണ് ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. 10 വീതം LDFനും 10 വീതം UDFനുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ 2 മാസങ്ങൾക്ക് മുൻപ് ഒരാൾ അതിൽ നിന്നും ചുവട് മാറി UDF ക്യാമ്പിനൊപ്പം എത്തി UDFൻ്റെ ഭാഗമായി. അങ്ങനെ ചുങ്കത്തറ പഞ്ചായത്ത് UDFൻ്റെ ഭാഗമാവുകയാണ് ഉണ്ടായത്. അതായത് ഈ പഞ്ചായത്തുകൾ LDFന് കൂടി സ്വാധീനമുള്ള ഒരു പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ബലാബലം എന്ന് പറയാവുന്ന പഞ്ചായത്തുകളാണ് ഈ ചുങ്കത്തറ പഞ്ചായത്തും, അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അമരമ്പലം എന്ന് പറയുന്നത് LDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFന് ഭരണം ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ അമരമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ UDF വോട്ടുകൾ കുറവായിരിക്കും എന്നുള്ളൊരു പേടി UDF ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിൽ അൻവർ എത്രത്തോളം വോട്ടുകൾ പിടിക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ള പഞ്ചായത്തുകൾ അത് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 77% കൂടുതൽ പേർ വോട്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭയിലും 75% കൂടുതൽ പേർ വോട്ട് ചെയ്യപ്പെട്ടു. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമുള്ളത് വഴിക്കടവ് പഞ്ചായത്താണ്. അതായത് UDFന് സ്വാധീനമുള്ള പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉണ്ടായത് UDFന് സ്വാധീനമുള്ള ഈ വഴിക്കടവ് പഞ്ചായത്താണ്. UDF പ്രതീക്ഷിച്ച ആ തരത്തിലുള്ള ഒരു ലീഡ് നിലയിലേക്ക് വഴിക്കടവിൽ നിന്നും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകൾ അത് LDFന് ശക്തിയുള്ള പഞ്ചായത്തുകളാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഇപ്പോൾ UDFൻ്റെ കൈവശത്താണെങ്കിൽ പോലും അവിടെ LDFന് ശക്തിയുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. അമരമ്പലം പഞ്ചായത്ത്, കരുളായി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഇവിടെയെല്ലാം തന്നെ LDFന് സ്വാധീനമുള്ള ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ട, പോളിംഗ് ശതമാനം കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ഘട്ടങ്ങളിൽ ഇനി വോട്ടുകൾ എണ്ണുമ്പോൾ അത് എത്രത്തോളം ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈ ഭൂരിപക്ഷം കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.